8ാം ക്ലാസ്സിലെ മാത്സിന്റെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം 5 times of the same number gives 12. Then write the algebraic form of the statement. രണ്ടാമത്തെ which is the number. എന്താണ്? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് അതേ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചാൽ 12 കിട്ടും. ഈ വാക്യത്തിന്റെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സംഖ്യ ഏതെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്പർ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് നമ്പറിനെ എന്തായിട്ട് കൊടുക്കാം? എക്സ് ആയിട്ട് കൊടുക്കാം. സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആയിട്ട് കൊടുക്കാം. നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് ടോയ്സ് എ നമ്പർ, ഒരു നമ്പറിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ അത് എത്ര ആയിരിക്കും? നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അതിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 2x ആയി. സബ്സ്ട്രാക്റ്റഡ് ഫ്രം 5 times ഓഫ് ദ സെയിം നമ്പർ, ആ നമ്പറിന്റെ 5 times എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 5x ആയിരിക്കും. അത് 5xൽ നിന്ന് ടോയ്സ് എ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്? 12 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന്, 5 മടങ്ങിനെ നമുക്ക് 5x ആയിട്ട് കണക്കാക്കാം. 2 മടങ്ങ് കുറച്ചാൽ, 2 മടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്ക് 2x കുറച്ചാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 5x മൈനസ് 2x എത്രയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 5xൽ നിന്ന് 2x മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3x. 3x എന്ന് പറയുമ്പോൾ 12, എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 12 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 4. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബീജഗണിത രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5x മൈനസ് 2x ഇസ് ഈക്വൽ ടു 12. രണ്ടാമത്തത് വിച്ച് ഈസ് ദ നമ്പർ. നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, എക്സ് നമുക്ക് എത്ര കിട്ടി? 4 ആയിട്ട് കിട്ടി. 4 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ABCD is a parallelogram. DN and BM are perpendiculars drawn to the diagonal AC. ABCD ഒരു സാമാന്തരികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. DN-ഉം BM ഇവ AC എന്ന വികരണത്തിലേക്കുള്ള ലംബങ്ങളാണ്. DN എന്ന് പറയുന്ന ഈ ലൈനും BM എന്ന് പറയുന്ന ഇതും AC-യുടെ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ BAC. BAC എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് ഇതും റൈറ്റ് ദ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ BAC. BACയുടെ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള തുല്യമായ കോൺ ആംഗിൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. BAC എന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതായിരിക്കും? BACക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഈ ലൈനിന്റെ ഇപ്പുറ സൈഡിൽ വരുന്ന ഈ ആംഗിൾ ആയിരിക്കും. എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് വരുന്നത്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈ ആംഗിളും ഈ ആംഗിളും. അത് എങ്ങനെ പറയാം? ACD, ആംഗിൾ ACD. അപ്പോൾ ആംഗിൾ BACക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ BACക്ക് ഈക്വൽ ആംഗിൾ ACD. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇനി 2 ട്രയാങ്കിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. CNDയും AMBയും. CND എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏതാണ്? CND ട്രയാങ്കിൾ CND. പിന്നെ അത് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ AMB, ട്രയാങ്കിൾ AMB. ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ ഇതിലൊരു കാര്യം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഏതാണ്? AMB എന്ന് പറയുന്ന ആംഗിൾ CND എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്ന് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ? CND
ആംഗിൾ സി എൻ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എൻ ഡി ഈസ് ഈക്വൽ ടു ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ എ എം ബിക്ക്. ആംഗിൾ എ എം ബിക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന്? അത് 90 ഡിഗ്രി ആണ്. അതിൽ കൊടുത്തിട്ടുണ്ട് 90 ഡിഗ്രി ആണെന്ന്. റൈറ്റ് ആംഗിൾ ആകുമ്പോൾ മട്ടത്രികോണമാണ്, അത് 90 ഡിഗ്രി ആണ്. പിന്നെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മട്ടത്രികോണത്തിലെ തുല്യമായ കോണുകൾ രണ്ടും ത്രികോണം നോക്കിയിട്ട് രണ്ട് ട്രയാങ്കിളിലും തുല്യമായിട്ടുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടി ഈക്വലായിട്ട്. അടുത്ത രണ്ടാമത്തെ ആംഗിൾ നേരത്തെ നമ്മൾ എഴുതി, ഏതാണ്? ബി എ സി എന്ന് പറയുന്ന ഈ ആംഗിളും ഈ ട്രയാങ്കിളിൻ്റെതായ ഈ ആംഗിളും ഈക്വലായി. അപ്പോൾ രണ്ട് ആംഗിൾസ്, ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾ ഈക്വലായി. അപ്പോൾ ഓൾറെഡി മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കൂലേ? അപ്പോഴേ എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ എ ബി എം ഏതിന് ഈക്വലാണ്? ആംഗിൾ എ ബി എം ഈസ് ഈക്വൽ ടു ഏതാണ്? എ ബി എം ആംഗിൾ സി ഡി എൻ. ആംഗിൾ സി ഡി എൻ. അപ്പോൾ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഏതൊക്കെ എഴുതാം നമുക്ക്? ആംഗിൾ സി ഡി എൻ എന്ന് പറയുന്ന ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ എ ബി എമ്മിന് ഈക്വൽ ആണ്. ആംഗിൾ എ എം ബി എന്ന് പറയുന്ന ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ ഡി എൻ സിക്ക് ഈക്വൽ ആണ്. നമുക്ക് ഇതാണ് ആൻസർ. ആംഗിൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബി എ സിക്ക് തുല്യമായ കോൺ ഏതാണെന്ന്. ആംഗിൾ ബി എ സിക്ക് തുല്യമായ കോൺ ഏതാണ്? ആംഗിൾ എ സി ഡി. ആംഗിൾ എ ബി സി ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി. അടുത്ത രണ്ടാമത് രണ്ട് ത്രികോണിലെ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മറ്റ് രണ്ട് കോണുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തുല്യമായ കോണുകൾ ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ സി ഡി എൻ എന്ന് പറയുന്നത് ആംഗിൾ എ ബി എമ്മിന് ഈക്വൽ ആണ്. ആംഗിൾ എ എം ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി എൻ സിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ദ സൈഡ് സി ഡി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് extended to E. Angle B is equal to 80 degree, angle C is equal to 95 degree. Also the measure of outer angle ADE is 70 degree. അപ്പോൾ എ ബി സി ഡി എന്ന ചതുർഭുജത്തിന്റെ സി ഡി എന്ന വശം ഇയിലേക്ക് നീട്ടിയിരിക്കുന്നു. ആംഗിൾ ബി തന്നിട്ടുണ്ട് 80 ഡിഗ്രി ആണെന്ന്, ആംഗിൾ സി തന്നിട്ടുണ്ട് 95 ഡിഗ്രി ആണെന്ന്. ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്ന പുറം കോൺ 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി? ആംഗിൾ എ ഡി സി എത്ര എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ആംഗിൾ എ ഡി സി ഏത് ആംഗിളാണ്? ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ഈ ആംഗിളാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഇവിടെ അതിന്റെ ഔട്ടർ ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രി. ഇതൊരു ലീനിയർ പെയർ അല്ലേ? അപ്പൊ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 180യിൽ നിന്ന് ലീനിയർ പെയറിന്റെ ആംഗിൾസിലെ സം എത്രയാണ്? 180 ഡിഗ്രി. ആ 180 ഡിഗ്രിയിൽ നിന്ന് ഔട്ടർ ആംഗിൾ ആയ 70 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 110. അപ്പൊ അതാണ് എന്തോന്ന് പറയുന്നത്? 110 ആണ് എ ഡി സി. 110. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസർ കിട്ടി 110. അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ? ചതുർഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? ചതുർഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആയിരിക്കും. ചതുർഭുജത്തിന്റെ അകക്കോണുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 360 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആംഗിൾ എയുടെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ആംഗിൾ എ. ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കാം? 360യിൽ നിന്ന് ഏതൊക്കെ മൈനസ് ചെയ്യണം? ഈ മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്തിട്ട് 360യിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ആംഗിൾ എ കിട്ടും. ഏതൊക്കെ ആംഗിൾസ്? 80 പ്ലസ് 95 പ്ലസ് 110. ഇത്രയും കൂടെ
ആഡ് ചെയ്തിട്ട് 360യിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ആംഗിൾ എ എത്രയെന്ന് കിട്ടും. അപ്പോൾ 360 മൈനസ് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 110, 95, 80, 5, 10, 80, 285, 285, 360യിൽ നിന്ന് 285 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 5 കിട്ടും. ഇവിടെ പിന്നെ 5, 50, 50യിൽ നിന്ന് 8 പോയാൽ 7. ആൻസർ എത്ര കിട്ടും? 75. ആംഗിൾ എ എത്ര? 75. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആംഗിൾ എ ഡി സി 110. രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾസുകളുടെ സം എന്ന് പറയുന്നത് 360. അടുത്ത ആംഗിൾ എ നമുക്ക് കണ്ടുപിടിച്ചു 75 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീനാസ് ഏജ് ഈസ് 5 times her son's age. After 2 years, the sum of their ages will be 40. മകന്റെ വയസ്സിന്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സൺസ് ഏജ് പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ആഫ്റ്റർ 2 years, 2 years ആകുമ്പോൾ 2 വയസ്സ് കൂടും. അപ്പം x+2 എന്ന് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ സൺ? സണ്ണിന്റെ എപ്പോഴത്തെ വയസ്സും ഫൈൻഡ് ദ ജീനാസ് പ്രസന്റ് ഏജ്, ജീനയുടെ എപ്പോഴത്തെ വയസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. എന്തോന്നാണ്? ജീനാസ് ഏജ് ഈസ് 5 times ഹെർ സൺസ് ഏജ്. മകന്റെ വയസ്സിന്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മകന്റെ വയസ്സ് നമുക്കറിയില്ല, അതുകൊണ്ട് സൺസ് ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സൺസ് ഏജ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയെങ്കിൽ ജീനയുടെ വയസ്സ് എത്രയായിരിക്കും? ജീനാസ് ഏജ് ഈസ് 5 times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 5x. ഓക്കെ, ഇനി 2 years കഴിയുമ്പോഴത്തേക്ക് അവരുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ്. 2 years ആവുമ്പോഴത്തേക്ക് ആഫ്റ്റർ 2 years ആവുമ്പോഴത്തേക്ക് 2 വർഷം കൂടുതൽ, അപ്പൊ 2 വയസ്സ് കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ സൺസിന്റെ ഏജ് എത്രയായിരിക്കും? മകന്റെ വയസ്സ് x+2, ജീനയുടെ വയസ്സ് എത്രയായിരിക്കും? 5x+2. ഓക്കെ, ഇനി എന്താ? ഇവരുടെ വയസ്സുകളുടെ സം എന്ന് പറയുന്നത് ദ സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ വയസ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? 2 years കഴിയുമ്പോഴത്തേക്കുള്ള. അപ്പൊ എങ്ങനെ എഴുതാം? x+2 plus 5x+2 is equal to 40. ഇതിന്ന് എക്സ് ഡിറൈവ് ചെയ്തെടുക്കണം. ഇനി 2ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 4 വരും. ഒരു എക്സും 5x കൂടെ ആകുമ്പോൾ 6x. 6x plus 4 is equal to 40. 6x is equal to 40 minus 4. 40 minus 4, that is equal to 36. x, ഇതിന്ന് x എങ്ങനെ കണ്ടുപിടിക്കാം? x ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 6 നേരെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 6 കിട്ടും. എക്സ് എന്ന് പറയുന്നത് 6. എക്സ് എന്ന് പറയുന്ന ആരുടെ വയസ്സാണ്? സണ്ണിന്റെ വയസ്സാണ്, മകന്റെ വയസ്സാണ്. അത് 6 ആയിട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ ജീനയുടെ വയസ്സ് കണ്ടുപിടിക്കാമല്ലോ. ജീനയുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ജീനാസ് ഏജ് എങ്ങനെ കണ്ടുപിടിക്കാം? 5x ആണ്. ഈ എക്സിന്റെ വാല്യൂ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5 × 6 is equal to 30. ഓക്കെ, അപ്പൊ ജീനയുടെ വയസ്സ് എത്ര കിട്ടി? 30. ക്ലിയർ ആയോ? ഇതിന്റെ ആൻസർ ആണ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത്. സണ്ണിന്റെ ഏജ് എക്സ് ആയിട്ട് കണ്ടുപിടിച്ചു, ജീനയുടെ ഏജ് 5x. അത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എക്സ് എന്ന് പറയുന്ന സണ്ണിന്റെ ഏജ് 6 കിട്ടും, ജീനയുടെ ഇപ്പോഴത്തെ ഏജ് 30 കിട്ടും. പിന്നെ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര എഴുതാം? 5x എഴുതാം. ഇവിടെ വന്നിട്ട് 5x+2, 5x+2 ഇത്രയാണ് എയുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ബിയിൽ വന്നിട്ട് ആരുടെ സണ്ണിന്റെ ഏജ് ആണ്, അത് 6. ജീനയുടെ ഏജ് എത്ര വരും? സണ്ണിന്റെ 6, ജീനയുടെ 30. ഇതാണ് ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In the figure, a regular hexagon, a square, and an equilateral triangle are joined together. What is the sum of the angles around the point B? ചിത്രത്തിൽ ഒരു സമഷഡ്ഭുജം കൊടുത്തിട്ടുണ്ട്, സമചതുരം കൊടുത്തിട്ടുണ്ട്, സമഭുജ ത്രികോണം കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇവയിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുക ബി എന്ന ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് എ ഇക്വലേറ്ററൽ ട്രയാംഗിളിന്റെ ഇന്നർ ആംഗിൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. സമഭുജ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ അളവ് എത്രയെന്ന്, ആംഗിൾ എ ബി സി എത്രയാണെന്ന്, ആംഗിൾ പി ക്യു ആർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് അറൌണ്ട് ദ പോയിന്റ് ബി. പോയിന്റ് ബിയുടെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റുമുള്ള ആംഗിൾസുകളുടെ സം എത്രയായിരിക്കും? ഇതൊരു സർക്കിൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ആംഗിൾസുകളുടെ സം എത്രയായിരിക്കും? 360. ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് 360 ആണ്. എയുടെ ആൻസർ 360. ഓക്കെ, അടുത്ത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ ഇക്വലേറ്ററൽ ട്രയാംഗിൾ. ഇക്വലേറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾസുകളും വശങ്ങളും എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഇക്വലേറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇക്വലേറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇക്വലേറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾസ് എത്രയാണ്? 60 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ എ ബി സി എത്രയെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ എ ബി സി എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ആംഗിൾ ആണ്? ഈ ആംഗിൾ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ഓരോ ആംഗിൾസ് എത്രയായിരിക്കും? 120 ആയിരിക്കും. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ടെസ്റ്റിൽ തന്നെ ഉണ്ട്. പിന്നെ രണ്ടാമതായി ഈ ഒരു ഭാഗം അതേതാണ്? ഇക്വലേറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ എത്രയെന്ന് പറഞ്ഞു? 60 ഡിഗ്രി, 60 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സ്ക്വയറിന്റെയും ഇതെല്ലാം റെഗുലർ ഹെക്സഗണും സ്ക്വയറും ഇക്വലേറ്ററൽ ട്രയാംഗിളും ഒക്കെയാണ്. അപ്പൊ എല്ലാ ഫിഗറിന്റെയും ആംഗിൾസും ഈക്വൽ ആയിരിക്കും, സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ സ്ക്വയറിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 3 ആംഗിൾസ് കിട്ടി. ഈ 3 ആംഗിൾസ് കണ്ടുകിട്ടിയ ഇപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് ആണ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസുകളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പൊ 3 ആംഗിൾസ് കിട്ടി. നാലാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 360യിൽ നിന്ന് അത് ഇത്രയും കൂടെ അങ്ങ് കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ മതി. ഏതൊക്കെ? 120 പ്ലസ് 90 പ്ലസ് 60. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 360 മൈനസ് ചെയ്യണം. 360 മൈനസ് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 150യും 120യും 270. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 270 മൈനസ് ചെയ്താൽ 360 മൈനസ് 270 0 90 എത്ര കിട്ടും? ആംഗിള് 190 കിട്ടും. അപ്പോൾ ആദ്യത്തെ സിയുടെ ആൻസർ ആയി. എത്രയാണ്? ആംഗിൾ എ ബി സി 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ പി ക്യു ആർ. ആംഗിൾ പി ക്യു ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതും സെയിം അതുപോലെ തന്നെയാണ്. ഒരു പോയിന്റിന് ക്യൂ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ചുറ്റുമുള്ള ആംഗിൾസ് ആണ്. ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. ഇതിൽ ഏതൊക്കെ ചേർന്ന് വരുന്നുണ്ട്? റെഗുലർ ഹെക്സഗണും ചേർന്ന് വരുന്നുണ്ട്, സ്ക്വയറും ചേർന്ന് വരുന്നുണ്ട്. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ആയിരിക്കും, സ്ക്വയറിൻ്റെത് 90 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് കണ്ടുപിടിക്കാമല്ലോ. എന്തോ ചെയ്യണം? 360യിൽ നിന്ന് ഈ 2 ആംഗിൾസിന്റെയും സം ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. 2 ആംഗിൾസും സം ചെയ്തിട്ട് 120 പ്ലസ് 90 360 മൈനസ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 360 മൈനസ് 120 210. അപ്പൊ എത്ര വരും? 3 മൈനസ് 210 0 5 1 എത്രയായിട്ട്? 150 ഡിഗ്രി.
ആംഗിൾ 150 ഡിഗ്രി. ഇതിൻ്റെ ആൻസർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. എയിൽ എന്ന് പറയുന്നത് ആദ്യത്തെ 360, ബി 60, ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 90 ഡിഗ്രി, ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് 50 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ലാർജ് ആംഗിൾ ഈസ് 50 ഡിഗ്രി മോർ ദാൻ ദ സ്മാൾ ആംഗിൾ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ബോത്ത് ആംഗിൾസ്? ചിത്രത്തിലെ രണ്ട് കോണുകളിൽ ചെറുതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലുതിന്റെ അളവ്. രണ്ട് കോണുകളുടെയും തുക എത്രയാണെന്ന് രണ്ട് കോണുകളുടെയും അളവുകൾ എഴുതാൻ. അപ്പോൾ വാട്ട് ഈസ് ദ സം ഓഫ് ദ ബോത്ത് ആംഗിൾസ്? ബോത്ത് ആംഗിൾസ് സം എത്രയാണ്? ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയറിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ആദ്യത്തെ ആൻസർ 180 ഡിഗ്രി. എ എന്ന് പറയുന്നത് 180 ഡിഗ്രി. കമ്പ്യൂട്ട് ദ മെഷേഴ്സ് ഓഫ് ഈച്ച് ആംഗിൾ. ആംഗിൾസ് മെഷർ ചെയ്യാനാണ്. രണ്ട് കോണുകളിൽ ചെറുതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ ഫിഗർ ദ ലാർജർ ആംഗിൾ ഈസ് 50 ഡിഗ്രി മോർ ദാൻ ദ സ്മാളർ ആംഗിൾ. അപ്പൊ സ്മാളർ ആംഗിൾ നമുക്കറിയില്ല, ചെറിയ ആംഗിൾ നമുക്കറിയില്ല. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. സ്മാൾ ആംഗിൾ എക്സ് ആയിട്ട് എടുത്താൽ ലാർജർ ആംഗിൾ എത്രയായിരിക്കും? അതിനേക്കാൾ 50 കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജർ ആംഗിൾ അപ്പോൾ എത്രയായിരിക്കും? എക്സ് പ്ലസ് 50. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 50 ആയിരിക്കും. അങ്ങനെയെങ്കിൽ രണ്ട് കോണുകളിൽ ചെറുതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലുതിന്റെ അളവെന്ന് പറയാം. അപ്പൊ ഇതൊരു ലീനിയർ പെയർ ആയി. അപ്പം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടണം? നമുക്ക് 180 കിട്ടണം. എക്സ് പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180. ഇതിന്ന് എക്സ് ഡിറൈവ് ചെയ്തെടുക്കാം. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180. 2x ഈസ് ഈക്വൽ ടു 50. സമത്തിന് പുറം വരുമ്പോഴത്തേക്ക് മൈനസ് ചെയ്യും. 180 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 130 എന്ന് വരും. 2x ആണ് 130. അപ്പൊ എക്സ് ആണെങ്കിൽ എന്തോന്ന് ചെയ്യും? ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് ഈക്വൽ ടു പുറം കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യും. എത്രയായിട്ടോ? 65, 65. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് 65 എന്ന് കിട്ടി. ഈ ഭാഗം 65 കിട്ടി. അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തത് ലാർജർ ആംഗിൾ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 65 പ്ലസ് 50 എത്ര വരും? 115. 150 ഇല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 180 എന്നല്ലോ കിട്ടണത്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 150. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എന്റെ ആൻസർ. ആദ്യത്തത് ലീനിയർ പെയർ 180 ഡിഗ്രി. ചെറിയ കോണ് എക്സ് ആയിട്ട് എടുക്കുക, വലിയ കോണിനെ എക്സ് പ്ലസ് 50 ആയിട്ട് എടുക്കുക. ഡ്രൈവ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് എക്സ് 65 കിട്ടും. വലിയ കോൺ എത്രയാണ് കിട്ടുന്നത്? 150 കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.